ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. ദൈവം തൻ്റെ ജനങ്ങളുടെ മധ്യേ വസിക്കുമ്പോൾ അവർ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വായന ഭാഗത്ത് നാം കാണുന്നത്. അത്തരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്ന ജനത ശുദ്ധിയുള്ളവരും ജീവിതത്തിന് ചിട്ടയും ക്രമവും ഉള്ളവരും സമർപ്പിതരുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായത്തിൽ പാപവും അശുദ്ധിയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും 6-ാം അധ്യായത്തിൽ നാസീർ വ്രതത്തിൻ്റെ പ്രമാണങ്ങളും 7-ാം അധ്യായത്തിൽ നേതൃത്വത്തെയും സമർപ്പണത്തെയും കുറിച്ചും കാണുന്നു. എന്നാൽ ദൈവം തങ്ങളുടെ മധ്യേ വസിക്കുന്ന സമൂഹം എപ്രകാരം ജീവിക്കണം? അതിന് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നീതിയും ഉത്തരവാദിത്വവും ഉള്ളവർ ആയിരിക്കണം. സംഖ്യാപുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആരെങ്കിലും പാപം ചെയ്താൽ അത് സമ്മതിക്കണം. എന്നാൽ ദൈവം പറയുന്നു, ചെയ്ത പാപം മറച്ചു വയ്ക്കരുത് എന്ന്. പുരുഷനോ സ്ത്രീയോ പാപം ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറയുകയും തങ്ങളുടെ പാപത്തിന് പ്രതിശാന്തി നൽകുകയും വേണം എന്ന് യഹോവ ഇവിടെ കൽപ്പിക്കുന്നു. അതിനാൽ പാപം ചെയ്താൽ അത് സമ്മതിക്കണം, അതിനുള്ള നഷ്ടപരിഹാരവും നൽകണം. ഇവയാണ് ദൈവത്തോടുള്ള നീതിയായി കണക്കാക്കുന്നത്. അതിനാൽ ദൈവസന്നിധിയിൽ നീതി പുലർത്തുകയും ഉത്തരവാദിത്വത്തോടെ ജീവിക്കുകയും വേണം. നമ്മുടെയും ജീവിതത്തിൽ തകർന്നു പോയ ബന്ധങ്ങളിൽ നീതി പുലർത്തുക. ക്ഷമിക്കുവാനാകാത്ത മനസ്സിനെ ശാന്തമാക്കുക. ദൈവസന്നിധിയിൽ ക്ഷമയ്ക്കും നീതിയുണ്ടെന്ന് ഓർക്കുക. അനീതിയായി നേടിയെടുത്തിട്ടുള്ളവ വിട്ടുകൊടുക്കുക. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ നീതി പുലർത്തുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് സമർപ്പിതരായി ജീവിക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിത ജീവിതം വളരെയേറെ മഹത്വം കൽപ്പിക്കുന്നവയാണ്. ഇവിടെ നാസീർ വ്രതത്തെക്കുറിച്ച് പറയുന്നു. ഒരു പ്രത്യേക ശബ്ദത്തിലൂടെ യഹോവയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതാണ് നാസീർ. അതിനാൽ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുക എന്നതാണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവസന്നിധി പൂർണ്ണമായ ഒരു സമർപ്പണം. എൻ്റെ സമയം ഞാൻ എൻ്റെ കർത്താവിനായിട്ട് സമർപ്പിക്കുക. എൻ്റെ കഴിവുകളിൽ ഞാൻ സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന്. ചെറുതുകൾ പോലും മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാവരുടെയും സമർപ്പണം ദൈവത്തിൻ്റെ കണ്ണിൽ വിലപ്പെട്ടതാണ്. അങ്ങനെ ദൈവം നമ്മുടെ മധ്യ വസിക്കണമെങ്കിൽ നാമും നീതിയും വിശുദ്ധിയും സമർപ്പണവും ഉള്ളവരായിരിക്കണം. അപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അങ്ങയെ ദുഃഖിപ്പിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളും അകറ്റി ശരിയായ സമർപ്പണത്തോടെയും നീതിയോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.